ആങ്ങള പണയം വെക്കാൻ വേണ്ടി ആങ്ങളെ കല്യാണത്തിനെടുത്ത് ഊരി കൊടുത്ത് നമുക്കത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് കൂടെ ജീവിക്കുന്ന ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ ഒരുത്തിയ കാരണം. ആ കൊച്ചുകൾ അച്ഛനാണോ വിളിക്കുന്നത്? പപ്പാന്ന്. ഇളയ മോൻ വിളിക്കുന്നത് പപ്പാന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിനാച്ചാ അങ്ങനെ വിളിക്കുന്നത്? അത് കൊച്ചുങ്ങളല്ലേടി, അതുങ്ങളെ മനസ്സ് വേദന. വലിയ പപ്പ വിളിക്കും, അച്ചാച്ചാന്ന് വിളിക്കും, അച്ചാച്ചിന്ന് വിളിക്കും, ചാച്ചാന്ന് വിളിക്കും. അന്യ ആളുകളെ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛന്റെ സ്ഥാനം ഉണ്ടാക്കി വിളിപ്പിക്കത്തേ ഇല്ല. അതല്ലെങ്കിൽ കൊച്ചച്ഛൻ തന്തേ ആയിരിക്കണം, ചിറ്റപ്പൻ തന്തയൊക്കെ വിളിപ്പിക്കും. ഇത് പപ്പാന്ന് വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 6 വർഷമായുള്ള ആ സ്ത്രീ അവിടെ ഒന്ന് താമസിച്ചെന്ന് അവർ പറഞ്ഞു. വസ്തു വാങ്ങിച്ച് നിങ്ങളുടെ അടുത്തൊന്ന് താമസമാക്കിയിട്ട് അത് കഴിഞ്ഞ് സന്തോഷനെ അറിയാം, TV നന്നാക്കാൻ വരും, അതുപോലുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പരിചയമുള്ള ഒരു ആളിനെ എത്രയായാലും ഒരു അയൽവക്കക്കാരൻ, ആ അയൽവക്കക്കാരനെ അങ്കിളേന്ന് വിളിപ്പിക്കാം, മാമാന്ന് വിളിപ്പിക്കാം, പപ്പാന്ന് വിളിപ്പിക്കാം. പറഞ്ഞില്ലേ എങ്ങനല്ലേ പറഞ്ഞു? ഇങ്ങനായി തീർന്നതിലാണ് സതിയുടെ ബന്ധവും വരുന്നത്. സതിയുടെ ബന്ധം അതല്ല, ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ കാരണം ഇത് തന്നെ കാര്യം. അല്ല, നിങ്ങൾ അതിപ്പം ഇവരുടെ കുറ്റം ആരോപിക്കുന്നു. ഒരു കുറ്റം ചെയ്തിട്ടില്ലേ? ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പല പിഴവുകളും അതിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒരു കുടുംബത്തിനകത്ത് അടുക്കള വരെ ആർക്ക് വരാം, അതിനകത്തോട്ട് ആർക്ക് വരാം, പിന്നെ സ്വീകരണ മുറി വരെ ആർക്ക് വരാമെന്ന് വീട്ടിലുള്ള സ്ത്രീ തീരുമാനിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പമാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അന്യ സ്ത്രീയുമായിട്ട് അവർ അതിൽ വളവിൽ കവിഞ്ഞ രീതി ഇത് ചെയ്യുകയും നിങ്ങളുടെ കുടുംബകാര്യം മുഴുവൻ ഇവരെ അപ്പോഴപ്പോഴും വിളിച്ച് അവരോട് സംസാരിക്കുക, എന്നിട്ടൊരു മധ്യസ്ഥയുടെ രൂപത്തിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇവർ വിളിച്ച് അവരോട് പറയും. ഉടനെ ഞാൻ പറയാം അവിടെ അവനോട്, ഉടനെ അവർ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു. അപ്പൊ ഇതിനിടയ്ക്കൊരു പാലമായിട്ട് സ്ട്രോങ് ആയിട്ട് അവരങ്ങ് മാറി. അവര് വഴി പറഞ്ഞാൽ കാര്യങ്ങൾ വേഗം നടക്കും. ചിട്ടിയടയ്ക്കാനുള്ള പൈസ അവര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നു ഉടനെ. അങ്ങനെ അവര് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. അല്ല, ഇത് 2000 രൂപ വിട്ടേക്കൂ. 2000 രൂപയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ അങ്ങനെ വരുന്നൊരു വ്യക്തി, ഇതാണായാലും പെണ്ണായാലും ഇങ്ങനെ തന്നെ വരും. നിങ്ങളുടെ ബന്ധുവോ നിങ്ങളുടെ ഒരു പരിചയക്കാരനോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറി നിങ്ങളുടെ സ്ഥാനം വഹിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് രസിക്കുവോ സന്തോഷം? അത് മാത്രം പറയും. നിങ്ങൾ എന്തെല്ലാം കുറ്റങ്ങളും കുറവുള്ളവനും ആയിക്കോട്ടെ, നിങ്ങളുടെ അങ്ങനെ അതേ കാര്യമേ അത് വലിയ തെറ്റാണ്. തെറ്റ് തന്നെയാണ്, വലിയ തെറ്റ് തന്നെയാണ്. ഭർത്താവ് ഒരു രൂപ പോലും അവർ കൊടുക്കാൻ പാടില്ല. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. അവരോട് ആ കാര്യം പറയാൻ തന്നെയാണ് വരുന്നത്. അതേപോലെ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് ഇത് ഈ ഒരു തെറ്റ്. പക്ഷെ എന്ന് കരുതി ഒരു അന്യപുരുഷനൊന്നും അല്ലല്ലോ. ഞാൻ ചോദിച്ചപ്പോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞ എന്റെ ആങ്ങളേക്ക് എന്റെ വീട്ടിൽ നിന്ന് സാധനം നീ അറിയേണ്ട ആവശ്യമില്ല, അതെന്റെ അമ്മയും ആങ്ങളെ കഷ്ടപ്പെട്ട് തന്നത്, ഞാൻ കൊടുക്കും. അതൊരു ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും രണ്ടും തെറ്റ് തന്നെയാണ്. കാരണം ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്യോന്യം അറിയണം. ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ചെയ്യട്ടെ എന്നൊരു ഭാര്യ ചോദിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണം. സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്നതാണെങ്കിലും ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം. അവരത് സ്വന്തം ആങ്ങളൊക്കെയായാലും നിങ്ങൾ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കത്തില്ല, ഭർത്താവിന് ഇല്ലായ്മയായിപ്പോയി, അല്ലെങ്കിൽ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഒരാങ്ങളെ കൊണ്ടുവന്ന് അത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഡംബര ജീവിതത്തിന് എനിക്ക് താല്പര്യമില്ല. ആഡംബരപരമായ ജീവിതത്തിൽ ജീവിക്കാൻ ഞാൻ അതിന് താല്പര്യപ്പെടത്തില്ല. 10 പൈസ കിട്ടുമ്പോൾ 20 ഇട്ട് ചെലവാക്കാനൊന്നും എനിക്ക് എന്നെ കിട്ടത്തൂല്ല. അത് അങ്ങനെ എന്തൊക്കെ ആഗ്രഹമുണ്ട്, വെറുതെ നമ്മളെ കാണുന്ന മാല. ഒരു മിനിറ്റ്, വീട്ടിലോട്ട് വന്ന് നോക്കണം, ഇത്ര അടുക്ക് മാലയാണ് പിന്നെ കൊച്ചിനെ ഇടാൻ വേണ്ടി. ഓരോ ഡ്രസ്സിനും ഞാനെന്തോ ടാറ്റയുടെ വെള്ളയുടെ മോളും അല്ലാന്ന് അവള്. ഓരോ ഡ്രസ്സ് മാറുമ്പോ ഓരോ മാല ഇട്ട് കൊടുക്കാൻ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായ്മയെന്ന് വന്നവരാ. ഞങ്ങൾക്ക് മാല ഇല്ലെങ്കിൽ ഒരു മാല ഇട്ടുകൊണ്ട് പോകണം. ഇതൊരു ഇത്രയും അടുക്ക് മാലയാണ്, പല സൈസ്, പല കളറിലെ, പല വളയായിട്ട്. ഞാൻ കണ്ടിട്ടില്ല. ഒരു കാശുള്ളവന്റെ വീട്ടിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിന് വേണ്ടിട്ടല്ലേ? എന്തിനാ അങ്ങനെ മേടിക്കുന്നത്? എത്ര രൂപ മുതലാത്? അല്ല, അതൊക്കെ ചെറിയ ചെറിയ ധൂർത്തുകളാണ് പെൺകുട്ടികൾ ഒഴിവാക്കേണ്ട ഇന്നത്തെ കാലത്തെ. 10 വയസ്സായ ഒരു സാധനം അച്ചാച്ച വാങ്ങിച്ചിട്ടുണ്ടോ ചോദ്യം. പൊല്ലൂർ ദീനാശുപത്രിയിലാണ് അവിടെ. ഞാൻ ഇവിടെ ഞങ്ങൾക്ക് വീടിനടുത്ത് ഫാരോ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ കൊണ്ട് കാണാൻ ചാർജ് കുറവാണ്. അവിടെ കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേന് ഇവർക്ക് വയറ്റ് വേന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മ പറഞ്ഞ് കൊച്ചുനാളിന് മുതലേ അവിടെ ദീനാശുപത്രിയിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ശരി, ഞാൻ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ എന്തോ നമ്മളവിടെ ചെല്ലണമെങ്കിൽ വെളുപ്പിന് 6 മണിക്കെങ്കിലും അവിടെ ചെന്നെങ്കിലും OP ടിക്കറ്റ് കിട്ടത്തുള്ളൂ. തിരിച്ച് വരുന്ന രാത്രി 8 മണി 9 മണി അതുവരെ അവിടെ നിൽക്കണം. ഒരു പ്രാവശ്യം പോകുന്നതിന് 1000-1500 സ്കാനിങ്, അത് 1000-1500 രൂപ ഒറ്റ പ്രാവശ്യം പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നവരും വരും. എൻ്റെ വരുമാനത്തിൻ്റെ ചെയ്യാൻ നോക്കി ലാസ്റ്റ് പണയം വെച്ച് ഒരു ഒറ്റ ട്രിപ്പിന് 1500 രൂപയൊക്കെ ആവും. പണിയില്ലാത്ത ദിവസങ്ങൾ വരും. പണിയില്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ പണയം വെച്ചായിരിക്കും കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അല്ലെങ്കിൽ അവർ പറയണത് ആദ്യമേ അവർ പറയണത് മോനെ എടാ നമുക്ക് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാം,
പിന്നെ അവിടെ നല്ല ഡോക്ടർ അവിടെ കൊണ്ടുവന്ന തള്ള എന്താ പറയാഞ്ഞ തള്ളയെ വീട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോയിട്ട് നേരെ കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ എന്ത് അത്രയും കാശ് പോയതോ? അപ്പൊ അവർക്ക് എനിക്ക് അഭിമാനമൊന്നുമില്ലേ? 7-ാം മാസം വരെ ദീനാശുപത്രിയിലാണ് കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ട്രിപ്പിന് പോകണം 1500 രൂപ വേണം, വെളുപ്പിനെ പോകണം. സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അവർ തള്ള വന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ അവർ ആദ്യമേ പറയണം, മോനെ നമുക്ക് ഗവൺമെന്റ് ആശുപത്രി പോവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താ. പിന്നെ 7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി. ഇവര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത് 7 മാസം കഴിഞ്ഞപ്പോ. അപ്പൊ അത് ഈ വീട്ടുകാർ ചെയ്യുന്ന ചില അറിവുകേടിന്റെ പേരിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ല അത് അനിയത്തിയും ഞാനും 2 പേരുടെയും കൂടെ അവിടെ ആകുമ്പോഴത്തേനും ഒരാൾക്ക് 30,000 രൂപ ചെലവാകും ഒരാൾക്ക്. അപ്പൊ 2 പേർക്ക് 60,000 രൂപ ചെലവാക്കുള്ള സാമ്പത്തികം എന്റെ വീട്ടിലില്ലായിരുന്നു. എവിടെ? ദീനാശുപത്രിയിൽ. അല്ല, ആദ്യമേ തന്നെ ആ അഭിപ്രായം അമ്മയ്ക്ക് പറയായിരുന്നു, മോനെ ഒരുപാട് ചെലവാണ് ആശുപത്രിയിൽ. അതെ. അപ്പൊ അയാള് ചോദിക്കുന്നത് അവക്ക് വയറ്റുവേനയൊക്കെ വരുന്നതാണ്, ആ ആശുപത്രിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും നിർബന്ധിക്കുന്നതല്ല. അയാളുടെ വരുമാനത്തെ കുറിച്ച് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോ അയാൾ എങ്ങനെയായാലും കഷ്ടപ്പെട്ട് ആ ഉള്ള വരുമാനം കൊടുത്ത് അവിടെ കൊണ്ടുപോയ ജോലി പൈസയിലൊന്നും അല്ല, മിക്കത് എന്റെ കാതിലും കഴുത്തിലും കിടക്കുന്ന ഊരി തന്നെയാണ്. കിടക്കുന്ന നിങ്ങൾക്ക് 2 പേർ കൂടെ ഉള്ളതാണ്, അത് പറയണ്ട. ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു ആശുപത്രി കേസ് അല്ലെ ഒരു ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയെന്നും പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാറിയിക്കാൻ കൊള്ളാം. അത് ഒരിക്കലും ശരിയാവില്ല, അതൊന്നും ഒരിക്കലും ശരിയാവില്ല. നൂലുകെട്ടിനൊന്നും നിങ്ങളെ സഹകരിച്ചില്ല, അത് പറഞ്ഞില്ലല്ലോ. ഗവൺമെന്റ് ആശുപത്രി ചെന്നപ്പോ അവിടെ പൈസ ചെലവൊന്നുമില്ല. ഇല്ലെന്ന് ഒരിക്കലും പറയുന്ന കേൾക്കാതെയോ. അവിടെ ഡോക്ടർക്ക് കണ്ട് എന്തോ ഇത് ബാക്കിയൊന്നും പൈസ ഒന്നുമില്ല, 10,000 രൂപ കണ്ട്. ഞാൻ അവിടെ പ്രസവ സമയത്ത് ഞാനും എൻ്റെ അമ്മയും കൂടെ അവിടെ ചെന്ന് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് അവിടെ ചെന്നു. ഇവിടെ അമ്മയും അനിയത്തിയും നാക്ക് തുറന്നു കഴിഞ്ഞാൽ നല്ല സംസാരിക്കത്തില്ല. അമ്മ അവിടെ ഇട്ട് ചീത്ത വിളിച്ച്, എൻ്റെ അമ്മ ചീത്ത വിളിച്ച് അവിടെ ഗവൺമെന്റ് ആശുപത്രി കാണുന്ന വലിയൊരു വഴക്കുണ്ടായി. ഇവിടെ അമ്മയുടെ അനിയത്തിയുണ്ട്, പിന്നെ ഇളമ്പിലുള്ള അവര് എൻ്റെ അമ്മ ചീത്ത വിളിച്ച്. ഞാനങ്ങനെ വണ്ടി കയറ്റി, എൻ്റെ അമ്മ വണ്ടി കയറ്റി കൊളുത്തുപുഴയ്ക്ക് തിരിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, മമ്മി ഇവിടെ നിൽക്കേണ്ട പൊക്കോ, നാണൊക്കെ അടക്കണം, ആശുപത്രി വഴക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞു. എൻ്റെ അമ്മ കേട്ടോണ്ടിരിക്കും. അവരെ വല്ല ആശുപത്രി കൊണ്ടിട്ട് ചീത്ത വിളിച്ചാൽ പിന്നെ ചരട്ടിന് ചെല്ലുമോ എൻ്റെ അമ്മ? അല്ല, സന്തോഷിന് പോവായിരുന്നു. ഇത് ഒപ്പിടാൻ പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞു. ഒപ്പിടാൻ പറ്റത്തില്ല എന്തിനു പറ്റുന്നത്? ഞാൻ അതുവരെ ദിനാശുപത്രി കൊണ്ട് കാണിച്ചോണ്ടിരുന്നില്ലേ? എന്റെ അധ്വാനത്തിനോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാനൊന്നും വിലയൊന്നും ഇല്ലയോ? അതിന്റെ തലേ ആഴ്ചയിലാണ് സുഖമില്ലാതെ പുള്ളി ആശുപത്രി കിടന്നപ്പോ ഒരാഴ്ച ഞാൻ കൂടെ നിന്ന് നോക്കിയത്. വീട് പിന്നെ രാത്രി അവർ ആശുപത്രി എടുത്തോണ്ട് പോവുകയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ സത്യമല്ലേ? അത് ഇവിടെ കാണാൻ വേണ്ടി രാത്രി പോയതാ. അപ്പൊ കുഴിക്കകത്ത് വീണു. സ്നേഹം കൊണ്ട് ഓടിപ്പോയതാ. രാത്രി 12 മണിക്ക് കൊളുത്തുപ്പുഴന്ന് ഓടിപ്പോയി, ഉറങ്ങിപ്പോയി ബൈക്കിനകത്ത്. പോയത് മദ്യപിച്ചാലും കഴിച്ചിരുന്നു. സ്വാഭാവികമല്ലേ അത്? അവരുടെ കുറ്റമല്ല, മദ്യപിച്ചതിന്റെ കുറ്റമാണ്. അതായത് എന്റെ കുറ്റമാണ്, എന്റെ സമയദോഷം കൊണ്ട് വീണു പോയതാ. അല്ല, വീണു അല്ലാതെ പോയത് ഭാര്യ കാണാനുള്ള സ്നേഹത്തിലാണെന്നുള്ള. ഭാര്യ കാണാനുള്ള സ്നേഹത്തിൽ തമിഴ്നാട്ടിൽ പോയി എന്തൊരു പഴമൊക്കെ മേടിച്ചോണ്ട് കാണാൻ പോവാ കവറിനകത്ത് കെട്ടി. അങ്ങനെ പോയി കുഴി വീണു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്. ഇതിനകത്ത് എന്താ അറിയോ സന്തോഷം? ഇതിപ്പോ അവര് ഒരു കുടുംബത്തിലുള്ള ഒത്തിരി ഒരു സ്നേഹമായിട്ടും ലാളിച്ചും ഒക്കെ വളർത്തിയതിന്റെ പേരിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. ഒരു കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വളരെ പക്വതയോടെ നടത്താനൊക്കെ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് സാധിച്ചു എന്ന് വരത്തില്ല. അപ്പൊ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷമുള്ള നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് പുതിയ കാര്യങ്ങളായിട്ട് തോന്നി. എന്താ ഇത് വിളിക്കാത്ത, ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത, ഇതൊക്കെ എന്താ ചെയ്യാത്ത, അങ്ങനെ എന്താ നിങ്ങളെ പോലെ കുറച്ച് കൂടുതൽ സംസാരിക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് പെട്ടെന്ന് അത് പറ്റത്തില്ലല്ലോ. അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പൊ അതൊന്നും തന്നെ അവരവരുടെ പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പം സ്വർണം പണയം വെച്ചിരുന്നോ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ അടുക്കിന് ഇപ്പം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇതങ്ങ് തീർത്തു തരുമെന്ന് പറഞ്ഞൊരിടത്ത് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് അവർ മറുപടി പറയുന്നു. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ മറ്റൊരു വീട്ടിൽ പോയി അമിതമായി സ്വാതന്ത്ര്യം എടുക്കുന്നത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ പോയാൽ പോലും ഒരു ഭാര്യയ്ക്ക് സഹിച്ചു എന്ന് പറയത്തില്ല. ഒരു പരിധിയുണ്ട്. കല്യാണം കഴിഞ്ഞ് ആണ് കുടുംബം, ഒരാളുടെ കുടുംബം, ഭാര്യ മക്കളെ കുടുംബം. അത് ഭാര്യ അളവിൽ കൂടുതൽ അവരുടെ അമ്മയെ വിളിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യം വരുന്നോ, സ്വന്തം അമ്മ വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പിടിക്കുന്നില്ല. കെട്ടിച്ചോടുത്ത വീട്ടിൽ ഇത്രയും പ്രാവശ്യം എന്തിനാ ഒരു അമ്മ വിളിക്കുന്നേ എന്ന് പറയുമ്പോൾ ഒരു അന്യ സ്ത്രീ, ഭർത്താവ് ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ നിരന്തരം പോയിരിക്കുകയും ഒരാടൊരു വലിയ കഥാപാത്രം ആയിരിക്കുകയാണ് ഇതിനകത്ത് കേട്ടോ. ഈ ആട് അങ്ങനെ അവിടെ ഇരുന്ന് അനാവശ്യമായിട്ട് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും അമിതമായ നമ്മുടെ ഇടപെടൽ, ഈ പറഞ്ഞതുപോലെയുള്ള മോശമായ ഒരു കാര്യം ഉണ്ടാവത്തില്ല. നമ്മളൊരു അയൽവാസി നമ്മളെ സഹായിക്കുന്നവരോടുള്ള ഒരടുപ്പവും സ്നേഹവും മാത്രമേ കാണത്തുള്ളൂ. അവർക്കുള്ള സ്നേഹം തന്നെയാണ് നിങ്ങൾക്കും അവരോട്. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളായി കഴിഞ്ഞ സ്ഥിതിക്ക്
നല്ല മനസ്സുള്ളവരെന്താ ചെയ്യണ്ടേ? ആ സ്ത്രീയുടെ ജീവിതത്തിലും ദൈവം ഇത്രയും ചീത്തപ്പേരും കാര്യങ്ങളുമായി നാളെ അവരുടെ ആ കുടുംബത്തിന് ആ കുട്ടി വളർന്നു വരുമ്പോൾ ഇവൻ കയറി ഈ വീട്ടിനകത്ത് തിരക്കി ഞാൻ പപ്പാന്ന് വിളിച്ചും പോയി, ഇയാൾ കാരണമാണല്ലോ ഈ കുഴപ്പങ്ങൾ മുഴുവൻ, ആ കുട്ടി നാളെ പറയാൻ ഇടവരരുത്, നിങ്ങളുടെ കുട്ടി മോശമായിട്ട് പറയാൻ ഇടവരരുത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്സിന് ചെയ്യേണ്ട കാര്യം. അത് സന്തോഷം ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതിനിപ്പം നമ്മളിപ്പോൾ ഈ കാര്യം ഞാൻ ആ സ്ത്രീ ഇവിടെ വിളിച്ചിട്ട് അവരുടെ ഭാഗം അവർ ന്യായപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിളിച്ചപ്പോൾ ആ സ്ത്രീ ഒരുപാട് സംസാരിക്കുകയാണ്. നമുക്കിവിടെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ കലപലാന്ന് സംസാരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഒരുവിധം നിങ്ങളൊരു വാക്ക് പറയണം. നിങ്ങളുടെ മൊറാലിറ്റിയെക്കുറിച്ചൊരു മോശം പേര് വരുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളായി, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നങ്ങളായി, നാട്ടുകാരുടെ ഒരു നാറ്റ കേസായി, ആ സ്ഥിതിക്ക് നിങ്ങൾ പറയുക, മേലിൽ നേരിട്ടോ അല്ലാതെയോ സന്തോഷ് എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ എൻ്റെ വീട്ടിൽ വരികയോ ഫോണിലൂടെയോ ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല, ഇടപെടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറയാൻ പറ്റും, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ച സ്ത്രീ അടുത്ത ഫോൺ കോൾ നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ അതിനടുത്ത് ഈ കുട്ടിയുടെ ഇവിടെ വന്നിരിക്കുന്ന അമ്മയുമായിട്ട് ബഹളം ഉണ്ടാക്കുകയും വിളിച്ചിട്ടില്ല. അവരെ വിളിച്ചു എന്നുള്ള സത്യമാണോ സന്തോഷേ? അമ്മ ഞാൻ വിളിച്ചായിരുന്നു. ആരുടെ അമ്മേ? എന്റെ അമ്മ. അപ്പൊ അവര് വിളിച്ച് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു? എനിക്കറിയത്തില്ല അതിനെ പറ്റി. പക്ഷെ എന്തായാലും നിങ്ങൾ അവരുടെ അമ്മയോട് ചൂടായി സംസാരിച്ചു. എനിക്ക് അവരെ കാണുന്ന തന്നെ വരുപ്പോ എനിക്ക് അവരുടെ അമ്മ. എന്റെ ജീവിതം ഇത്ര എത്തിച്ചത് ഇവരൊറ്റ ഒരുത്തിയ, അല്ലെങ്കിൽ കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞവരാ. അല്ല, പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും പോകുന്നത് നല്ല ഒരു ഏർപ്പാടല്ല, അത് ആർക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല, എനിക്ക് ഇനി ജീവിതം വേണ്ട. എന്റെ മരണം എനിക്ക് എന്റെ തലയിൽ കെട്ടിവെക്കരുത്, എനിക്കിട്ട് വേണ്ട. എനിക്ക് പോലീസുകാർ അടി കൊള്ളാൻ വയ്യ, ഞാൻ നന്നായിരുന്നതിന് എന്നെ രാജമ്പള കുഴിച്ച് തിരിച്ച് എന്നെ ഞാൻ പോയി പരിവായി പോയത്. ഞാൻ രാജമ്പള്ളിയോട് ചോദിക്കണം. ആ തമാശ ഒന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ട് അവള് ചെയ്ത പരിപാടിയാ. മിണ്ടരുത് നീ. ഇത് കേസും വരക്കൊക്കെ പ്രശ്നമല്ലേ. ഇപ്പൊ ഈ ഓട്ടോ കത്തിച്ച് വെച്ചാല് പോലീസുകാരെ പറഞ്ഞ് വിലക്കി അവിടെ പോകരുതെന്ന് പറഞ്ഞ് വിലക്കിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും പുള്ളി അവിടുന്ന് മാറുന്നേ ഇല്ല. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം 4 മണിക്ക് വീട്ടിൽ നിന്ന് പോയി. 4 മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് 8:45 9 മണിയായിട്ടും കാണുന്നില്ല. കാണാതായപ്പോഴത്തേന് അന്ന് തലയ്ക്ക് വീട് കൂതാശയുണ്ട്. വീട് കൂതാശയൊക്കെ അച്ഛൻ വന്ന് വീടെല്ലാം വെഞ്ചരിച്ച് കഴിഞ്ഞ് അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് അന്ന് അമ്മയൊക്കെ വന്ന്. അപ്പോൾ എനിക്ക് തോന്നി അവരുടെ വീട്ടുകാരെ ഒന്ന് പോകാമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ അനിയത്തിയെ കൂട്ടുള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രി ആണ്ട് ഇടവഴി കൂടെ പോകണമെങ്കിൽ അനിയത്തിയെ വിളിച്ചുകൊണ്ട് ചെന്നപ്പം ഇവർ രണ്ടുകൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് പുള്ളി ചാടി ഓട്ടോയിൽ അങ്ങ് കയറി. ഓട്ടോയിൽ കയറി ഞാൻ അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഈ 9 മണിക്ക് അവളുടെ വീട്ടിൽ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് പുള്ളി ഓട്ടോയും എടുത്ത് കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുക, ചാടി എൻ്റെ നെഞ്ചത്തോട്ട് വണ്ടിയും കൊണ്ട് ഇഞ്ഞ് വരിക. അപ്പോൾ എൻ്റെ അനിയത്തി ചോദിച്ചു, ഇത് എന്താ കാണിക്കുക ചേട്ടാന്ന് ചോദിച്ചു. നിനക്കെന്താ വേണോടെയും ചോദിച്ച് ചീത്ത തന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട്, നീ ഓട്ടോ എടുക്കാൻ സമ്മതിക്കും, ഞാൻ പോട്ടെന്നു. ഞാൻ അങ്ങനെ പോകുന്നില്ല, ഇത്രയും നേരം ഇവിടെ നിൽക്കായിരുന്നല്ലോ, ഇവിടെ നിന്നിട്ടേ ഉള്ളൂ. ഞാൻ ആ സംസാരം കേട്ടോണ്ട് അവിടെ അയൽവാസികൾ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേന് ചാടി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ അടുത്ത് നിൽക്കും. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് ചേർത്ത് അവളെ അടുത്തോട്ട് ഇങ്ങനെ ചേർത്ത് തോളത്തോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇവളാ ഇനി എൻ്റെ ഭാര്യ, ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ പോകും, നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും, നീ ഒന്ന് ചെയ്യടി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു, സതിയെ വിളിച്ച് നിർത്തിയിട്ട്. അപ്പോഴും എൻ്റെ അനിയത്തി ചോദിച്ചു, ഇങ്ങനെ തന്നെ ചോദിച്ചു, ഇവളെ കണ്ടോണ്ടാണോ ഈ സ്വന്തം ഭാര്യയും കൊച്ചിനെ വേണ്ടാന്ന് വെച്ചേന്ന് ചോദിച്ചു. അത് പുള്ളിക്ക് പിടിച്ചില്ല. അപ്പോഴത്തേന് പുള്ളി ഒരു കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അനിയത്തിന് നേരെ ചീത്തയും വിളിച്ചുകൊണ്ട് അടിക്കാൻ ചെന്നു. എന്നിട്ട് പുറകുവശത്തൂടെ അവളുടെ വീടിൻ്റെ പുറകുവശത്തൂടെ കയറി ഓടിയപ്പോൾ ഞാൻ പുറകെ പോയി. ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കറങ്ങി ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാൻ പോകുന്നതിന് ഒരൊറ്റ പോക്കങ്ങ് പോയി. അപ്പോഴത്തേന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ ഒരുപാട് ഈ ആടിൻ്റെ കേസ് തന്നെ ഒരുപാട് താക്കീത് വിട്ടിട്ടും കേൾക്കുന്നില്ല രണ്ടുപേരും. അങ്ങനെ അമ്മയെ വിളിക്കാൻ പോകുന്ന പറഞ്ഞ് പുള്ളി അപ്പുറത്തോടെങ്ങാണ്ട് കയറി ആ തോട്ടത്തിൽ കയറി വിളിച്ചിരുന്നു. അവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. പോലീസുകാരെ വിളിച്ചപ്പോൾ ഏഴംകുളത്ത് അമ്പലത്തിലെങ്ങാണ്ട് ഉത്സവം ആയതുകൊണ്ട് താമസിച്ചേ വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ 12 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. 12 മണിക്ക് പോലീസ് വന്ന ഉടനെ ഓട്ടോ തള്ളിക്കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഓട്ടോ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നാട്ടുകാരെല്ലാം കൂടി സാറേ ഇവിടെ വണ്ടി ഇട്ടേക്കരുത്, ഇനി നാളെ ഇത് വേറൊരു പ്രശ്നമാകും, കാരണം അവൾ ഞങ്ങളിതിലെ കൂടെ നടക്കാൻ സമ്മതിക്കത്തില്ല, അവൾ അതേപോലെ ചീത്ത വാക്കുകൾ പറയുമെന്ന് പറഞ്ഞു. പോലീസുകാരൻ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കില്ല, രാവിലെ 9 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടോ അവിടെ തന്നെ ഇട്ടിട്ട് എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് അവരെ എല്ലാവരും പിരിച്ചും വിട്ടു. രാത്രി ആ സമയത്ത് 12 മണിയായി ഞങ്ങളെ കൊണ്ടാക്കി. 12:30 ആയപ്പോഴത്തേന് അച്ഛൻ സതിക്ക് വിളിക്കുന്നു, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്, നീ സമാധാനപ്പെട്, നമ്മളോടാണോ കളിക്കുന്നത്, നമുക്ക് ഇവർക്ക് കളി കാണിച്ചെടുക്കാം, നീ എങ്ങും പോകാൻ വേണ്ട, ഒന്നും വേണ്ട, നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് എന്ന് പറഞ്ഞു. എന്ന് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കിടന്ന് 3:30 വെളുപ്പിനെ 3:30 ആയപ്പോൾ കൊണ്ട് എടി ജിത്തു ഏതാണ്ട് എൻ്റെ വണ്ടി ആരോ കത്തിച്ച് നീ എളുപ്പമൊന്ന് എണ്ണീക്കാൻ പറഞ്ഞു. വിളിച്ചിട്ടുണ്ട്. കാരണം അതേപോലെ ഇവർ അമ്മയും മോനും ഭയങ്കരമായിട്ട് ചീത്തവിളിയും ബഹളമായിട്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത്. ഞാൻ എണ്ണിച്ചില്ല. നിനക്ക് സന്തോഷമായല്ലോ, ഇപ്പം നിന്റെ ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ തരത്തില്ല, കാരണം പുള്ളിയുടെ എന്ന് വെച്ചാൽ കുരുട്ട് കുത്തിയേ ഉള്ളു കയ്യിൽ, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇനി എൻ്റെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ചിട്ട് പറയാം ഞാൻ ആരെങ്കിലും ഒക്കെ വിളിച്ചു വരുത്തിയെന്ന് പറയാം, അതുകൊണ്ട് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു.
എങ്കിൽ ഞാനൊന്ന് പോവാന്നും പറഞ്ഞ് ഇവിടുന്ന് പുള്ളി പോയി. അപ്പോൾ തലേന്ന് രാത്രി അവിടെ കൂടിയിരുന്ന 2-3 പേരെ പ്രതിയാണെന്നും പറഞ്ഞ് അവരെ വണ്ടി കത്തിച്ചെന്നും പറഞ്ഞ് അവരെ പോലീസിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. വെളുപ്പിന് വേണ്ടി 7 മണിയായപ്പോൾ എന്നെ വിളിക്കുന്ന അവർ പിള്ളേർ വിളിച്ച് ഇതുപോലെ വണ്ടി കത്തുമ്പോൾ ഞങ്ങളുടെ അണ്ണനെയൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിന്റെ കെട്ടിയവനെ അവരെല്ലാം കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് വിളിച്ച്. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പറഞ്ഞേക്കുന്നത് വണ്ടി കത്തിച്ച് വണ്ടി കത്തിയ സമയത്ത് പിന്നെ ഇവളെയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ ചോദിച്ചപ്പോഴും പുള്ളി പറയുന്നത് വണ്ടി കത്തിക്കും തലേ രാത്രിയിൽ ആരോ പറയുന്നത് അവൾ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർ ചോദിച്ചാൽ എങ്ങനെയാണ് നീ ആ വണ്ടി കത്തിയേണ്ടത്? അത് ആദ്യം സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ ചാടി എണീച്ചതാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞ് കത്തുന്ന കണ്ടുകൊണ്ട് എണീച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ നിങ്ങൾ ഈ നിൽക്കുന്ന ആരെയെങ്കിലും പ്രതിയായിട്ട് കണ്ടെങ്കിലും നീ പറ. അത് ഞാൻ ആരെയും കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോന്ന് പറഞ്ഞാൽ ഇവരാ സാക്ഷി എന്ന് പറയുന്നത് അതെനിക്കറിയത്തില്ല. അവിടെ പറഞ്ഞ CI ചോദിച്ചപ്പം പറഞ്ഞവര് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം പോലീസിനോട് ചോദിച്ചാൽ നിന്റെ ഉദ്ദേശം എന്തുവാടാ? അത് നിനക്ക് ഭാര്യയെ വേണോ അവളെ വേണമെന്ന് ചോദിച്ചു. അത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവും പാടില്ല, ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ വണ്ടി കത്തിക്കുന്നിടത്ത്, അതുകൊണ്ട് ഇത് കേസ് എഴുതി ഇവരെ അങ്ങ് പറഞ്ഞു വിടാൻ പറഞ്ഞു. പുള്ളി വീട്ടിൽ വന്നു. അപ്പോൾ ഈ 2 മാസം കൊണ്ട് പുള്ളി വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ വീട്ടിൽ വരുമോ ഒന്നും ചെയ്യുന്നില്ല. കുടുംബത്ത് തന്നെയാണ് പുള്ളി എപ്പോഴും. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് നല്ല വൃത്തിയായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. ആഹാരം കഴിച്ച് ഞാൻ കഴിച്ചു. അവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നതും എടുക്കുന്നതും എല്ലാം. നമ്മുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല. എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതുവരെ വരാത്ത ആള് കുടുംബ വീട്ടിൽ. പക്ഷേ ഈ 9 മണിക്ക് വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടിട്ടാണെങ്കിൽ 9 മണിക്ക് ശേഷം മേളിലോട്ട് കയറി പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. രാത്രിയിൽ വെളുപ്പിന് 6 മണിക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞാൽ അച്ഛൻ കുഞ്ഞിനെ വണ്ടിയിലോട്ട് ഫ്രണ്ടിലോട്ട് ഇരുത്തി വന്ന് താഴോട്ട് കൊണ്ടുപോകാൻ. ഇതിനൊന്നും ഈ സതിയുടെ അപ്പച്ചൻ ഒരാളാ വീട്ടിലുണ്ടായില്ല. അത് നിൽക്കട്ടെ. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതേപോലെ എൻ്റെ അടുത്ത് ഒരു പുള്ളി വെള്ളം അടിച്ചിട്ട് റോഡിൽ കിടക്കുന്ന, ഞാൻ പറഞ്ഞു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പല്ലോ വെള്ളം അടിച്ച് റോഡിൽ കിടക്കുന്ന എനിക്ക് പേടിയാവുന്നു. പറയുന്നത് പറയട്ടെ, ജീവിതമല്ല ഒരിക്കലും ഇല്ല. എന്റെ ജീവിതത്തിൽ കുഴപ്പമില്ല. ഇതുപോലെ നാട്ടുകാരും എല്ലാരും അവര് പറയട്ടെ, നടന്ന കാര്യം അവർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അവർക്ക് പറയാനുള്ള അവകാശമില്ലേ? അവർ പറയട്ടെ, എന്താ നടന്നതെന്ന് പറയട്ടെ. അപ്പോൾ അന്നത്തെ ദിവസം തെങ്കാശി പോയി ടിവിയുടെ എന്തോ സാധനം വാങ്ങിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞില്ല തെങ്കാശി പോകുന്നെന്ന്, ഞാൻ അറിഞ്ഞതുമില്ല. അപ്പോൾ 8 മണി ആയപ്പോഴത്തേനും അച്ഛൻ ഞാൻ ബൈക്കും കൊണ്ട് മേലോട്ട് പോകുന്നത്, അവിടെ സ്കൂട്ടിയും കൊണ്ട് മേലോട്ട് പോകുന്നത് ഞാൻ കണ്ട്. അപ്പോൾ എന്നെ ഞാൻ വിളിച്ച് എന്തോ ചോദിച്ചാൽ അത് ഇതുപോലെ വെള്ളം അടിച്ചിട്ട് കിടക്കുന്നടി എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞു. അന്ന് അപ്പച്ചനൊന്നും അവിടെ ഇല്ല. സതിയുടെ മോനും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞടാ മോനെ അവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരാൾ കുടിച്ചിട്ട് കിടക്കും, നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ഇത് ഈ സംഭവമൊക്കെ ശേഷമാണോ? ഈ ഓട്ടോ കത്തിക്കൊക്കെ തൊട്ട് മുമ്പ് ഇവര് തങ്ങളുള്ള ബന്ധം കുഴപ്പമായതിനു ശേഷം. അപ്പൊ സതിയുടെ മോൻ ഇവിടെ ഇരിക്കുകയാണ്. സതിയുടെ മോൻ ഇവിടെ ഇരിക്കുക. ഈ തടവേനൊക്കെ ശേഷമാണ്, തടന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പോഴേ ചെറുക്ക ഇവിടെ നിൽക്കുക. നമുക്ക് പോവാന്നും പറഞ്ഞ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ അന്നേരം എന്നോട് ഞാൻ തൊട്ട് മുമ്പ് എന്നെ വിളിച്ചപ്പോൾ എന്തോ എടുക്കുക ചോദിച്ചാൽ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നടി, നിങ്ങൾ എന്തോ എടുക്കുന്നു? ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ എനിക്ക് പേടിയാവുന്ന പറഞ്ഞ് എന്നെ വിളിച്ചത്. സന്തോഷം അവിടെ എങ്ങാനും ഉണ്ടോ? ഞാൻ പറഞ്ഞു അച്ചാച്ച ഇവിടെ വന്നിട്ട് പോയി, കൊച്ചിൻ്റെ കണ്ട് പേരക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് കുറച്ച് നേരമായി പോയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ എങ്ങാനും വന്നു? ഇല്ല ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു. ഈ വിളിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മക്കളെ നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലോട്ട് അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളതെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തുണി എടുത്ത് അവനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ ഭയങ്കര സംസാരം. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അച്ചാച്ചനും സതിയുടെ മോളും കൂടെ അവിടെ ഇരുന്ന് കാര്യം പറയാം. എപ്പോഴായാലും ആ കഥവ് തുറന്നിട്ടേക്കുന്നതാണ് മിക്ക ദിവസം ഞാനവിടെ പോകുമ്പോൾ കാണുന്നത്. അന്നത്തെ ദിവസം ആ കഥവ് നല്ല വൃത്തിയായിട്ട് പൂട്ടിയിട്ടേക്കുന്നു. അപ്പോൾ ഈ സംസാരം ഞാൻ കണ്ട്, പുള്ളിയുടെ ചെരുപ്പ് വെളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഫോണിൽ വിളിച്ചപ്പോൾ ഈ സതി ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തെ വശത്ത് പോയി. അപ്പോൾ എന്നിട്ട് പതുക്കെ സംസാരിക്കും. ഞാൻ ചേച്ചി കഥവ് തുറക്കെന്ന് പറഞ്ഞു. കഥവ് തുറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ഓട്ടം പെരക്കകത്ത്. ഞാനത് ഇതെന്തോ ഇങ്ങനെ കുറച്ച് നേരമായിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഫ്രണ്ട് വശത്ത് ജനൽ ആർപ്പിട്ടെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ തലയ്ക്ക് കൈയും കുടഞ്ഞ് ഇങ്ങനെയൊക്കെ ചേച്ചി വരുന്നു. ഞാൻ ചോദിച്ചു കഥവ് തുറന്നാണ് എനിക്ക് ക്ഷമയില്ല. ഞാൻ ചോദിച്ചു അച്ചാച്ചൻ എന്തി? അപ്പം കസേര ഇരുന്ന കാര്യം പറഞ്ഞ് പുള്ളി അവിടെ കാണുന്നില്ല. ഇവർ ഓടിയ ഓട്ടമായി ഈ സൗണ്ട് കേട്ടത്. ഞാൻ ചോദിച്ചു ഇവിടുന്ന് അച്ചാച്ചൻ എന്തി? അത് സന്തോഷം എന്തി? ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കാര്യം പറഞ്ഞ അച്ചാച്ചൻ എന്തിയെന്നാണ് ഞാൻ ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് അവിടെ കാണും, നീ ഒന്ന് വിളിച്ചു നോക്കും. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ ഇത്ര നേരം സംസാരിച്ചത്, വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് എന്തായാലും നടത്തില്ല, ആകെപ്പാടിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അടുക്കള കഥവ് നോക്കിയപ്പോൾ അടുക്കള കഥവ് കുറ്റിയിട്ടേക്കുന്നു. അകത്തെ റൂമിലൊക്കെ നോക്കിയപ്പോൾ റൂമിലും ഇല്ല. ഞാൻ വെളിയിറങ്ങിയിട്ട് വിളിച്ചപ്പോൾ പുള്ളി ഫ്രണ്ടിൽ കൂടെ ചിരിച്ചുകൊണ്ട് കയറി വരുന്നു.
ഇല്ലെങ്കിൽ പറയട്ടെ, ചിരിച്ചോണ്ട് തരും. ഞാൻ എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടി, ഒരു തെറ്റില്ല, അവർ രണ്ടുപേരുടെ ഭാഗത്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ഓടി, എനിക്ക് അതിന് മറുപടി വേണമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഒരു അക്ഷരം. എനിക്ക് ഇപ്പൊ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തിനാ ഓടി എന്നുള്ളത്. തെറ്റെന്ന് തന്നെ കൂട്ടിക്കോ, തെറ്റ് ചെയ്തു, തെറ്റെല്ലാം ഉണ്ടാന്ന് വെച്ചോ, തീർന്നേ.